ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വെബ്. പി എസ് സി വെബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓഗസ്റ്റ് വരെയുള്ളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. അടുത്തത് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ. അടുത്തത് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയുടെ അനുഭവം നൽകാൻ സഹായിക്കുന്ന ഉപകരണം നിർമ്മിക്കുന്ന കമ്പനിയുടെ പേര്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയുടെ അനുഭവം നൽകാൻ സഹായിക്കുന്ന ഉപകരണം നിർമ്മിക്കുന്ന കമ്പനിയാണ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക് എന്ന കമ്പനിയുടെ സ്ഥാപകൻ എലോൺ മസ്ക് ആണ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയുടെ അനുഭവം നൽകാൻ സഹായിക്കുന്ന ഉപകരണം നിർമ്മിക്കുന്ന കമ്പനി ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക് എന്ന കമ്പനിയുടെ സ്ഥാപകൻ എലോൺ മസ്ക്. ഓക്കെ. അടുത്തത് കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന. കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ പി ഹണ്ട്. എന്താണ് ഓപ്പറേഷൻ പി ഹണ്ട്? അടുത്തത് സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷ. അടുത്തത് വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം. വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വാദ്വാൻ തുറമുഖം മഹാരാഷ്ട്ര. അടുത്തത് 24 മണിക്കൂറിനിടെ 2 കോടി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? 24 മണിക്കൂറിനിടെ 2 കോടി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്ന റെക്കോർഡ് നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നേട്ടം സ്വന്തമാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നേട്ടം സ്വന്തമാക്കിയത് നമ്മുടെ കേരളമാണ്. അടുത്തത് വയനാട്ടിലെ ലക്കിടിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ശലഭത്തിൻ്റെ പേരെന്താണ്? വയനാട്ടിലെ ലക്കിടിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ശലഭത്തിൻ്റെ പേരാണ് പൊട്ടുവെള്ളാമ്പരി. വയനാട്ടിലെ ലക്കിടിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ശലഭത്തിൻ്റെ പേര് പൊട്ടുവെള്ളാമ്പരി. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയ. അടുത്തത് ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. 2024 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ഓസോൺ ഫോർ ലൈഫ് എന്നാണ്. 2024 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ഓസോൺ ഫോർ ലൈഫ്. അടുത്തത് മഹാരാഷ്ട്രയിലെ ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? മഹാരാഷ്ട്രയിലെ ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അടുത്തത് ദേശീയ ഹിന്ദി ദിനം ചോദിക്കാറുണ്ട്. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. നെക്സ്റ്റ്, 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. അടുത്തത് ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? ഉത്തരം ആസാം. അടുത്തത് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്? ഉത്തരം ചെന്നൈയാണ്. ചെന്നൈയിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്. ഓക്കെ. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടമാകാൻ ഒരുങ്ങുന്ന ബുർജ് അസീസി നിർമ്മിക്കുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടമാകാൻ ഒരുങ്ങുന്ന ബുർജ് അസീസി. ഏതാണ്? ബുർജ് അസീസി നിർമ്മിക്കുന്നത് എവിടെയാണ്? ഉത്തരം ദുബായിലാണ്. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിലെ ബുർജ് ഖലീഫയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടമാകാൻ ഒരുങ്ങുന്നത് ബുർജ് അസീസിയാണ്. അത് എവിടെയാണ്? അതും ദുബായിൽ തന്നെയാണ്. ഓക്കെ. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്താനുള്ള ആദ്യ സ്വകാര്യ ദൗത്യത്തിൻ്റെ പേര്.
മനുഷ്യനെ ബഹിരാകാശത്ത് നടത്താനുള്ള ആദ്യ സ്വകാര്യ ദൗത്യത്തിൻ്റെ പേര് പൊളാരിസ് ഡോൺ. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്താനുള്ള ആദ്യ സ്വകാര്യ ദൗത്യത്തിൻ്റെ പേര് പൊളാരിസ് ഡോൺ. അടുത്തത്, കേരളത്തിലെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്സ് നിലവിൽ വരുന്നത് തൃശ്ശൂർ ജില്ല. അടുത്തത്, കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ ഷോപ്പി. എന്താണ്? കെ ഷോപ്പി. അടുത്തത്, അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 8. അടുത്തത്, അടുത്തിടെ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേര്. അടുത്തിടെ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റാണ് യാഗി. ഏതാണ്? യാഗി. അടുത്തത്, കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം. കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്താണ്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് നിയോമിലാണ്. സൗദി അറേബ്യയിലെ നിയോമിലാണ് ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത്. അടുത്തത്, കർഷകരെ സഹായിക്കാൻ കൃഷിസ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേരെന്താണ്? കർഷകരെ സഹായിക്കാൻ കൃഷിസ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോണാണ് ഡ്രോൺ ശ്രീ. എന്താണ്? ഡ്രോൺ ശ്രീ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായിയിലാണ്. കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ് കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത്. അടുത്തത്, ഷാൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ്? ഷാൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ജപ്പാനാണ്. അടുത്തത്, കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരാണ് ജൻ പോഷൻ കേന്ദ്രം. എന്താണ്? ജൻ പോഷൻ കേന്ദ്രം. അടുത്തത്, പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. അടുത്തത്, ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5, ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2024 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക. പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.